പക്ഷെ ആ ചെയ്യുന്ന അമലിന് വല്ലാത്ത പുണ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ചെയ്യുന്ന ആ ഒരു അമലിനാണ് അള്ളാഹിന്റെ അടുത്ത് വല്ലാത്ത കൂലി. അതിനാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കള്ളിന്റെ പുഴ, വൻഹാറും മിൻ അസലിൻ മുസഫാ, മനോഹരമായ തേനിന്റെ ആറുണ്ട്, നദിയുണ്ട് സ്വർഗത്തിൽ. മനോഹരമായ തേനാണ്. ശർക്കരപ്പാനി കലക്കി ഒഴിച്ച തേനല്ലേ, വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്ത തേനല്ലേ, ഒറിജിനലാണ്, വയനാട് നിന്നാണ്, ഗൂഡല്ലൂരാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരും ചില തേൻ കുപ്പി. എനിക്ക് കുറെ ഒറിജിനൽ തേൻ കിട്ടിയിട്ടുണ്ട്. ഒറിജിനലാണോ അല്ലെന്നും അറിയില്ല. തൊണ്ട് തരുമ്പോൾ ഉസ്താദ് ഗൂഡല്ലൂർ ഒറിജിനല ഒക്കെ പറയും. തേൻ നല്ലതല്ലേ? ഓരോ തുള്ളിയൊക്കെ രാവിലെയൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് ഇറക്കുന്നത് നല്ലതാ. സ്വർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട തേനും പാലും കള്ളും മനോഹരമായ വെള്ളവും ഇങ്ങനെ ഒഴുകി നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഇത് പറയുമ്പോൾ ഫഖാമ അഅറാബിയ്യുൻ, ഒരു അറാബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, പറഞ്ഞപ്പോൾ ആഗ്രഹമുണ്ട് നബിയേ, പറഞ്ഞപ്പോൾ ആഗ്രഹം വന്നുപോയി നബിയേ. പക്ഷേ ഇതാർക്കാണ് അല്ലാഹു കൊടുക്കുന്നതെന്ന് കൂടി പറയണം നബിയേ. ഈ മനോഹരമായ സ്വർഗത്തിന്റെ നദികളുടെ അവകാശി ആരെന്ന് കൂടി പറയണം നബിയേ. അതിൽ കുളിക്കാനും കുടിക്കാനും നീരാടാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു ആർക്കാണ് കൊടുക്കുന്നതെന്ന് കൂടി പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് സഹാബത്തിന് മറുപടി കൊടുക്കുകയാണ്. 4 വിഭാഗത്തിന് അല്ലാഹു ആ സ്വർഗത്തിന്റെ നദി ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ഈ ഭൗതിക ലോകത്ത് പടച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട, അല്ലാഹുവിന്റെ ദാസന്മാരിൽപ്പെട്ട, അല്ലാഹുവിന്റെ വിശ്വാസികളായ ഉമ്മത്തിൽപ്പെട്ട പെങ്ങളെ, 4 വിഭാഗത്തിന് ആ സ്വർഗത്തിന്റെ നദി ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും കടന്നു പോകുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു അമൽ ചെയ്താൽ, ആ ഒരു അമൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ കടന്നു പോകാനുള്ള മഹാഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരമൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ, ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് നിത്യമാക്കിയാൽ സ്വർഗത്തിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന പോലെ 8 കവാടത്തിലൂടെയും കടക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ നദി ആർക്കാണ് നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, 4 വിഭാഗത്തിന് ഈ നദി ആസ്വദിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കും. ഇത് നമുക്ക് പഠിക്കണ്ടേ? 8 കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അമൽ. അത് ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ദുആഇന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് ആ അമലിനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയും. ഈ പറയാൻ പോകുന്നത് 4 സ്വർഗത്തിന്റെ മനോഹരമായ അരുവികൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവരാണ്. സഹാബികൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ആർക്കാണ് റബ്ബേ ഈ സ്വർഗത്തിന്റെ നദിയുടെ അവകാശിയായാൽ ആ സ്വർഗം തന്നെ നിനക്ക് അവകാശപ്പെട്ടതല്ലേ? സ്വർഗത്തിന്റെ നദി ഈ ഒരു സ്വഭാവം കൊണ്ട് നിനക്ക് കിട്ടുമെങ്കിൽ അവിടെ കിടക്കുമ്പോ ആ തോട്ടത്തിൽ കയറണ്ട, ആ പഴം പറിക്കണ്ട എന്നൊന്നും അവിടെ ഇല്ല. എല്ലാം പിന്നെ നിനക്കുള്ളതാ. പക്ഷെ നമ്മൾ അടിച്ചെടുത്തത് ഒരു ചെറിയ നദിയാണ്. ആ നദി അടിച്ചെടുത്തപ്പോ ആ ഭാഗം മുഴുവനും അള്ളാഹു നമുക്ക് തരും. അങ്ങനെ ഒരു വഴിയിലൂടെയെങ്കിലും നമുക്ക് അതിന്റെ അകത്ത് കിടക്കാലോ. അങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെയെങ്കിലും അതിനകത്ത് കിടക്കാലോ. സ്വർഗത്തിന്റെ അപാരമായ കൊട്ടാരങ്ങൾ, മാളികാ സൗധങ്ങൾ, അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ എല്ലാം ചിലപ്പോ ഈ ത്യാഗം ചെയ്ത് വാങ്ങാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് അവിടെ പറയാം, ഞാൻ സ്വർഗത്തിന്റെ നദികളുടെ അവകാശിയാണ്. എന്റെ അമലിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ കിതാബിനകത്ത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അകത്ത് കടന്നാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അവിടെ നിങ്ങളത് ചെയ്യരുത്, എടുക്കരുത്, അത് നിനക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണ് എന്നൊന്നും പറയാൻ അവിടെ ആരും വരില്ല. അല്ലാഹുവേ, 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 പടച്ചവനെ, ഞങ്ങൾക്ക് അതിന്റെ അകത്ത് കടക്കുന്ന, കുടുംബസമേതം കടക്കുന്ന ഒരു പരലോകത്തിന്റെ സ്വർഗീയ പ്രവേശനം ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമത്തത്
ഒന്നാമത്തത് ലിമൻ അത്താബൽ കലാം, സുഗന്ധമുള്ള സംസാരം നടത്തുന്നവർക്ക് ഈ അരുവിയിൽ ആസ്വദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കും. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാര് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്പ്രേ ഇങ്ങനെയൊക്കെ അടിക്കുന്നത് കാണാം. അതിന്റെ കൂടെ ന്യൂ ജനറേഷന്റെ ഒരു മോഡലാണ് വായ തുറന്നിട്ട് വാക്യത്തടിക്കുക സ്പ്രേ. സംസാരിക്കുമ്പോൾ വായനാറ്റുണ്ടാവാതിരിക്കാനാണെന്ന് പറയണു. അല്ലാഹു ആലം. ഇതൊക്കെ കുടിച്ചിട്ടാണോ ഈ അസുഖങ്ങൾ വരുന്നത്? അല്ലാഹുവേ, ആൽക്കഹോളൊക്കെ അടിച്ച് വാക്യത്ത് കയറ്റുക, സുഗന്ധം വാക്യകത്ത് സുഗന്ധം അടിക്കും. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ എതിർകക്ഷിക്ക് നമ്മുടെ സംസാരത്തിന്റെ സുഗന്ധം കിട്ടണം എന്നതല്ല, മറിച്ച് അവരെ വേദനിപ്പിക്കാതെ അവരെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ വർത്തമാനം മുമ്പോട്ട് പോവാം. അതാണ് സുഗന്ധമുള്ള സംസാരം. ഇപ്പൊ പിണങ്ങോട് അബൂബക്കർ സാഹിബ് ഇവിടെ സംസാരിച്ചു. എന്ത് രസമായിരുന്നു! എത്ര സമാധാനത്തിൽ, കുറഞ്ഞ വാക്കുകളിൽ, വളരെ ലളിതമായി അദ്ദേഹം കുറഞ്ഞ 1-2 പ്രധാന വിഷയം പറഞ്ഞിട്ട് നിർത്തിപ്പോയില്ലേ? എന്തുകൊണ്ടാണ്? എത്രയോ കാലം കൊണ്ട് ആ ഒരു പഠനം, ആ ഒരു ശൈലി അദ്ദേഹത്തെ ആ രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ആ രീതിയിൽ നല്ല മികവ് പുലർത്തുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ചില തിരഞ്ഞെടുപ്പ് മീറ്റിങ്ങുകളിൽ, ചില ഒത്തുതീർപ്പ് കേസുകളിലൊക്കെ പിണങ്ങോട് അബൂബക്കർ സാഹിബിനെ വിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടാൽ മുഖത്ത് നോക്കി അടിക്കാൻ തോന്നൂല. നീ ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ നമുക്ക് തോന്നൂല ആ മുഖം കണ്ടാൽ. അങ്ങനെ ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു സുഗന്ധമുള്ള സംസാരത്തിന്റെ ഒരു ശൈലിയാണ്. ആരെയും ഉറപ്പിക്കാതെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാ. അതാണ് സുഗന്ധമുള്ള സംസാരം. ആ സംസാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ? ആത്തമാരുടെ സുഗന്ധമുള്ള സംസാരത്തെ കുറിച്ച് പറയാതിരിക്കലാ വേദം. എത്ര കല്യാണം മുടക്കിന്ന് 200 പേജിന്റെ ബുക്കിൽ എഴുതിയാലും തീരത്തില്ല. എത്ര കല്യാണം മുടക്കിയിട്ടുണ്ടാവും, എത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ലയദ്നു മിനൽ ജന്ന, ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് ഇബാദത്ത് ചെയ്ത് അടുത്തടുത്ത് വരികയാണ്. അവൻ നിസ്കരിക്കുന്നു, അല്ലാഹ്. അവൻ നോമ്പ് പിടിക്കുന്നു, അല്ലാഹ്.